ചേച്ചി ചേച്ചി പറയണ പോലെ തെളിവ് കാണിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. ഞാൻ കുറെ ആലോചിച്ച ഒരു ഐഡിയ ഉണ്ടാക്കിയതാ. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞങ്ങളുടെ ഐഡിയ കേട്ടാ ചേച്ചി ഞെട്ടും. ചേട്ടന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാനൊരു വട്ടം നോക്കിയതാ. അതെ, എന്റെ ഫോണിനൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് നോക്കോ? ഈ റബ്ബർ ബാൻഡ് മാറ്റിയാൽ മതി ചേച്ചി, പുതിയതിട്ടാ മതി, അപ്പൊ സെറ്റ് ആയിക്കോളും. ഇതിന്ന് ആരൊക്കെ എന്നെ വിളിക്കണേന്ന് നോക്കാൻ പറ്റുമോ? ചേച്ചിനെയൊക്കെ ആര് വിളിക്കാനാണ് ചേച്ചി? ഒന്ന് പോയേ, എനിക്ക് ഒരു പണിയുണ്ട്. ശരി എന്നാല്. ചേച്ചി, അതെ, ചേച്ചിയുടെ ഫോൺ ഏതായിരുന്നു? കണക്ഷനാണോ ഉദ്ദേശിച്ചത്? ഐഡിയ ആണ്. അതിന് നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ വിളിക്കണ ഒരു നമ്പർ ഇല്ലേ? കസ്റ്റമർ കെയർ നമ്പർ ആണോ? പിന്നെന്താ, ഞാൻ പറഞ്ഞു തരാലോ. 9702021234. ഹലോ, ഐഡിയയിലേക്ക് വിളിച്ചതിന് നന്ദി. എന്റെ പേര് പ്രവീൺ. എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? ഹലോ, ഐഡിയയുടെ ഓഫീസല്ലേ? അതെ മാഡം, പറയൂ. സാറേ, എന്റെ പേര് സുനിത എന്നാണ്. എന്റെ ഭർത്താവിന്റെ പേര് പീതാംബരൻ. ഓക്കെ. ഹലോ മാഡം, ഈ നമ്പറിലാണോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സാറേ, കംപ്ലൈന്റും ഭർത്താവിന്റെ ഫോണിനാണ് സാറേ. അങ്ങേർക്ക് ഏതൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട് സാറേ. അപ്പൊ ആ നമ്പർ കിട്ടാൻ വേണ്ടിട്ടാ. മാഡം ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? മാഡം ആരുടെ മൊബൈലിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സാറേ, അയാൾക്കൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് സാറേ. എക്സ്ക്യൂസ് മീ മാഡം. ഞങ്ങൾക്കൊരു മോളാണ് സാറേ. അതിന്റെ ഭാവിങ്ങനെ ആലോചിച്ച് അങ്ങേരെ ആരെ വിളിക്കണേന്നൊന്നും കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ സാറേ? സോറി മാഡം, ഈ റിക്വയർമെന്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ കോളിന് മാഡം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 1 പ്രസ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ മാഡം. ഐഡിയയിലേക്ക് വിളിച്ചത് നന്ദി. ചേച്ചി, ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അതായത് ഏത് ഫോണിൻ്റെയാണോ കോൾ ലിസ്റ്റ് വേണ്ടത് ആ ഫോണിൽ തന്നെ റിക്വസ്റ്റ് പോകണം. അതായത് പീതാംബരൻ ചേട്ടൻ്റെ ഫോണിൽ തന്നെ റിക്വസ്റ്റ് പോകണം. പിന്നെ പീതാംബരൻ ചേട്ടൻ്റെ ഫോൺ ഐ ഡി ആണല്ലോ, അതുകൊണ്ട് ആ നമ്പറിൽ നിന്ന് വേണം ഇമെയിൽ ഐ ഡി മെസ്സേജ് ആയിട്ട് പോകാൻ. 1234 ഈ നമ്പറിലേക്ക് വേണം മെസ്സേജ് പോകാൻ. എന്നിട്ട് ഈ മെസ്സേജ് പോയി കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതായത് ഈ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയായിട്ട് ബന്ധപ്പെടുത്തി എന്നവർ ഉറപ്പ് തരുന്നതാണ് ഈ മെസ്സേജ്. ഈ മെസ്സേജ് ചേട്ടൻ്റെ ഫോണിലേക്കായിരിക്കും വരിക. അത് കഴിഞ്ഞ് ഏതൊക്കെ മാസത്തിലെ കോൾ ലിസ്റ്റ് ആണോ വേണ്ടത് ആ മാസത്തിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ 1234 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അതായത് ജനുവരി ആണെങ്കിൽ JAN, ഫെബ്രുവരി ആണെങ്കിൽ FEB, മാർച്ച് ആണെങ്കിൽ MAR. അങ്ങനെ ഏത് മാസത്തെയൊക്കെ കോൾ ലിസ്റ്റ് ആണ് വേണ്ടത് ആ മാസത്തെയൊക്കെ ആദ്യത്തെ 3 അക്ഷരങ്ങൾ നമ്മൾ മെസ്സേജ് ആയിട്ട് അയക്കണം. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോൾ ഈ കോൾ ലിസ്റ്റ് PDF ആയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരും. എടി, ഇമെയിൽ ഐ ഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. peethambaran.avihitham@gmail.com. ചേച്ചി, ഈ പുതിയ ഫോൺ ഇട്ടിട്ട് എത്ര ആളായി പീതാംബരൻ ചേട്ടൻ? ഒരു 3-4 മാസമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 4 മാസം കോൾ ലിസ്റ്റ് എടുത്താൽ മതിയല്ലോ. ചേച്ചി, പിന്നെ ഈ ഫോൺ ഉപയോഗിക്കാൻ അറിയാമോ? ഇല്ല. ഈ A കണ്ടോ? Aക്ക് ചുറ്റൊരു വട്ടം കണ്ടോ? അതാണ് പിന്നെ ഈ കുരിശ് പോലത്തെ 2 വര കണ്ടോ? അതാണ് ഹാഷ്. അപ്പൊ ശരി ചേച്ചി.
ആ സാറേ. ആ ശരി ശരി. അതെ, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മുളകുകാട്ടേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വയ്യാത്ത കാരണം. നീ സൂക്ഷിച്ചോ, മിക്കവാറും ചേച്ചി ആവേശം മൊത്ത് ചളമാക്കുന്നാണ് എന്റെ ടെൻഷൻ. ഇത് ചേച്ചി ചേട്ടന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കളിക്കണ കളിയാ. ചേട്ടൻ എന്തെങ്കിലും ചെന്ന് ചേച്ചിയോട് സ്നേഹത്തോടെ ഇതിന് പിന്നിൽ ആരാന്ന് ചോദിച്ചാ ചേച്ചി തത്ത പറയണ പോലെ പറയും നിന്റെ പേര്. പിന്നെ ആലുവ ബോർഡർ കടക്കാൻ പോലും പറ്റത്തില്ല. ചേട്ടൻ തപ്പി പിടിച്ച് പണി തരും. ചുമ്മാ പേടിപ്പിക്കല്ലേടി. ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. ചേച്ചി, എനിക്ക് മുളകുകാട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ഇനി അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടാ. 1-2 ആഴ്ച കഴിയുമ്പോഴത്തേനും ഞാൻ തിരിച്ചു വരും. അതുവരെ ഇപ്പൊ ഒന്നും ചെയ്യാൻ നിക്കല്ലേ ചേച്ചി. ശരി. അതെ, ഞാൻ അയച്ചിട്ടുണ്ട്. ചേച്ചി എന്ത് പണി ചേച്ചി കാണിച്ചേ? അയച്ചു പോയി. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ വന്നിട്ട് ചെയ്താൽ മതിന്ന്. അല്ല, അത് പെട്ടെന്ന് ഫോൺ കൈ കിട്ടിയപ്പോ. ആ ശരി എന്നാ. ചേച്ചിക്ക് ഡൗട്ടാണെ അയച്ചത് കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. ചേച്ചി, അതെ, ആ കൊച്ചു വരുന്ന കാര്യം പീതാംബരൻ ചേട്ടനോട് പറയണ്ടാട്ടാ. അവര് തമ്മിലൊന്ന് ഉടക്കിയതാണ് ആ കൊറോണ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞ്. ആ കൊച്ചിന്റെ കൂട്ടുകാരികൾ ചുരിദാർ തയ്ക്കാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് വരാനിരിക്കുന്നുണ്ട്. നമ്മളായിട്ട് എന്തിനാ ബിസിനസ് കളയണേ? നാളെയല്ലേ 48 മണിക്കൂർ കഴിയാൻ പോകുന്നത്. ചേച്ചി എങ്ങനെ ചളവാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. വെറുതെ നെഗറ്റീവ് പറയല്ലേ നീ. അവസാനം ഡിസ്ബാൻഡ് ചെയ്ത ഫോണുമായിട്ട് വെക്കുന്ന ചേച്ചിനെ ആയിരിക്കും ചേട്ടൻ കാണാൻ പോകുന്നത്.
ഹലോ ഹലോ എന്താ ചേച്ചി എന്തായി? ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, 48 മണിക്കൂർ ആവണ്ടേ. ആ ശരി. അപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഡി ഒരു മിനിറ്റ്. എന്താടി ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത് കാണത്തില്ലേ? ശരിക്കും 48 മണിക്കൂർ തന്നെ എടുക്കോ? ഈ ഐഡിയക്കാര് വാക്ക് പറഞ്ഞ വാക്കല്ലേ. ഒരു കുന്തോ നടക്കാൻ പോകുന്നില്ല, ഒന്ന് പോകാമോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, കാരണം അതിന് സൊല്യൂഷൻ ഇല്ലല്ലോ. എണീക്ക്. ദേ ചേച്ചി പണി നടത്തി, ഇങ്ങോട്ട് നോക്ക്. ഇത്രയും മസിൽ പിടിച്ച പീതാംബരൻ ചേട്ടന്റെ കോൾ ലിസ്റ്റ്. ആണോ? അപ്പൊ ഞാൻ ശരിക്കും അയച്ചുല്ലേ? ചേച്ചി ഇനി കോൾ ലിസ്റ്റിൽ നിന്ന് പരിചയമുള്ള നമ്പറുകൾ വെട്ടിക്കളയണം, എന്നാലല്ലേ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ആ സാധനം എങ്ങനെ എത്തിക്കും? അത് ഞാൻ ചുരിദാർ കഴിക്കാനാന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ കൊടുത്തുവിട്ടേക്കാം. ഇത് മാർക്കർ, ഇത് കോൾ ലിസ്റ്റ്. പരിചയമുള്ള നമ്പർ വെട്ടിയിട്ട് പരിചയമില്ലാത്ത നമ്പർ അവളുടെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യാൻ അറിയാലോ? പിന്നെ എന്നാ ഇതാ തുണി. പിന്നെ തുണി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഒരുപാട് ചുരിദാറുണ്ട്. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ചേട്ടനോട് പറഞ്ഞ ഒരു പോളിസി എടുക്കണേ. വേറെ ഒന്നുമല്ല, ടാർഗറ്റിന്റെ. ശരി ഡി, എല്ലാം സെറ്റ്. ഓക്കെ, താങ്ക്സ്.